ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻ്റായി അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അങ്ങനെയല്ല, രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ളൊരു വീഡിയോ, അത്രേ ഉള്ളൂ. അത് 1-2 പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇനി താത്താങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ വീഡിയോസ് ശ്രദ്ധിക്കണമല്ലാണല്ലോ അങ്ങനെ പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ ഒരു 5:30 ആയപ്പോൾ എണീറ്റു കേട്ടോ. പിന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ചായയും അതിലേക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കാൻ വന്നത്. ഇന്നിപ്പോൾ കുറച്ചധികം പണിയുണ്ട് കേട്ടോ നമ്മളെ പേരിൽ. പണി എന്ന് പറയുമ്പം നമ്മളെ റൂമൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടണം. അങ്ങനെ നോമ്പിൻ്റെ മുന്നേ അല്ല, പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ എടുത്തതാണ്. വീണ്ടും നല്ലപോലെ മാറാലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടണം. അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കടിയല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. പിന്നെ മിഞ്ഞാന്ന് വാങ്ങിയ കുറച്ച് പയറുണ്ടായിന് കേട്ടോ. അതിപ്പോൾ നമ്മൾ ചോർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ വേണമല്ലോ. അപ്പോൾ അത് കുറച്ചവിടെ അരിഞ്ഞ് വെച്ചു. അതിപ്പോൾ കട്ടിങ് ബോർഡുമ്മേ എന്താ അരിയാത്തതെന്ന് ചോദിക്കരുത്. എനിക്കിങ്ങനെ കയ്യേറ്റ് അരിയണതാട്ടോ ഇഷ്ടം. കൈമ വെച്ചങ്ങാണ്ട് കട്ടിങ് ബോർഡുമ്പോൾ അരിയുമ്പോൾ ഒരു തപ്പിപ്പിടുത്താണ്, പെട്ടെന്ന് ആകാത്ത പോലെയാണ്. അപ്പോൾ എനിക്ക് എളുപ്പം ഇങ്ങനെയാണ്. ചോറിനുള്ള വെള്ളം വെച്ചിട്ട് വേണം ഇനി മുറ്റടിച്ചു വരാൻ. അപ്പോൾ ഇന്ന് മദ്രസ് തുറക്കണ ദിവസമാണ്. ഫിയ മദ്രസിന്ന് 5ാം ക്ലാസ്സിന്ന് 6ാം ക്ലാസ്സിക്ക് അയക്കണ്. 5ാം ക്ലാസ്സിലൊക്കെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് കേട്ടോ. ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പാസ്സെങ്കിലും ആയാൽ മതിയെന്ന് ഇനി പ്രാർത്ഥന. ഏതായാലും അൽഹംദുലില്ലാ നല്ല മാർക്കോട് കൂടി ജയിച്ചിട്ടുണ്ട്. അപ്പം 7:30 ആവുമ്പം മദ്രസക്ക് എത്തണം എന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓളൊന്ന് വിളിച്ചണം. ഇനിയിപ്പോൾ മടിക്കാരം നീശാൻ. ഇപ്പോൾ കുറേ ദിവസമായില്ലേ നോമ്പായതുകൊണ്ട് എന്നും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കടന്നുറങ്ങലല്ലേ പണി. പിന്നെ 12 മണി അല്ലെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോൾ എണീക്കൽ. ഇനിയിപ്പോൾ വിളിച്ചുണർത്തി വിടണമെങ്കിൽ കുറച്ച് പണിയാണ്. വലൈക്കും സലാം. പൊയ്ക്കോ, പൊയ്ക്കടി. മോളിക്കുട്ടിനെ വിളിച്ചിട്ടാ. എന്നും സൈക്കിൾ മേലാണ് കേട്ടോ പോകല്. ഇന്നിപ്പോൾ എന്താണാവോ ഒന്ന് നടന്ന് പോയിക്കോളാറിന് കണ്ട് അങ്ങനെ പോകുകയാണ്. പേടിയാണ് നടന്ന് ഇപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാൻ. പട്ടിയാൾ ഉണ്ടാവും എപ്പോഴും ഇവിടെ. പിന്നെ അയൽവക്കത്ത് ആ കുട്ടിയുള്ളതുകൊണ്ട് ഒരു സമാധാനം. ചോറിനുള്ള അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം ക്ലോക്കിൽ നോക്കിയാൽ കാണാം 7:45. ചായ കുടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നേരത്തെ ചായ കുടിക്കും കേട്ടോ. 10 മണി വരെ അങ്ങനെയൊന്നും നിൽക്കൂല. അത്ര വരെയൊക്കെ സമയം 10 മണി വരെയൊക്കെ നിന്നാൽ കഴിയൂല. ഒരു സൈസ് പൊറുതേടാണ്. പൊറുതേട് പറഞ്ഞാൽ ഒരു ക്ഷീണമാണ് 10 മണി വരെ ചായ കുടിക്കാതെ നിൽക്കുമ്പോഴൊക്കെ. പിന്നെ നേരത്തെ ചായ കുടിച്ച് ശീലമായതുകൊണ്ടായിരിക്കും. ഓടിട്ട വീടായതുകൊണ്ട് മാറാലക്ക് പഞ്ചൊന്നുമില്ല. മാറാലുണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് മാറാലുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ തട്ടിയിട്ട്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഉണ്ടാകുകയാണ്. കൂടുതലായിട്ടും പൊടിയാണ് കേട്ടോ. നമ്മളവിടെ ഈ റോഡിൻ്റെ 2 സൈഡിനും ഈ കുടിവെള്ള പദ്ധതിൻ്റെ ഭാഗമായിട്ട് 2 സൈഡിനും ചാല് കീറിയിട്ടുണ്ടേനി. അപ്പം അതിൻ്റെ പൊടിയും പിന്നെ അത് അപ്പം തന്നെ പോലെ അത് മണ്ണൊക്കെ മൂടിയിട്ടുണ്ടായിട്ട്. എന്നാലും ഈ വണ്ടിയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൻ്റെ സൈഡ് തന്നെ വീടായതുകൊണ്ട് ഈ വണ്ടിയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോൾ പൊടി ഇങ്ങനെ പാറിയിട്ട് ആകെ ഇതായിനി. പിന്നെ ഇപ്പോൾ കുറച്ച് മഴ ഒന്ന് പെയ്തതുകൊണ്ട് കുറച്ച്
പൊടിക്ക് കുറച്ചൊരു ആക്കുണ്ട്. ഫിയ മദ്രസ ഇട്ട് വന്നത് 8 മണി ആയിക്കണം കേട്ടോ. വന്നപ്പം ഇന്നിപ്പോൾ അധികം പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പുതിയ ഉസ്താദ് വന്നിക്കണെന്ന് പറഞ്ഞു. പിന്നെ പുതിയ കുട്ടികൾ വന്ന ഒരു വരവേൽപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഓള് 8 മണിയായപ്പോത്തിന് വന്നിക്കണ്. ഇനി എന്നും 6:30 ആകുമ്പം തുടങ്ങുമെന്ന് പറഞ്ഞിക്കണം. 1-ാം ക്ലാസ് മുതൽ 4 വരെ 7:45-നും, 5-ാം ക്ലാസ് മുതൽ 10 വരെ 6:30-ക്കുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാറാല തട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അതാ ഒന്ന് അടിച്ചോരണം, തുടക്കണം. പിന്നെ ഇതാ ചാക്ക് കണ്ടിട്ട് ആരും ഒന്നും വിചാരിച്ചണ്ട, അത് ഞാൻ നമ്മൾ വെട്ടിങ്ങാണ്ട് ബാക്കിയുള്ള വെട്ട് കഷ്ണത്തുണി ഇടുന്നതാണ് കേട്ടോ. അതങ്ങനെ കൂടുതലാകുമ്പോൾ ഒന്നെങ്കിൽ ഹരിതകർമ്മസേന വരുമ്പോൾ അങ്ങനെ കൊടുക്കും, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പുകക്കാനുണ്ടെങ്കിൽ ഈ റബ്ബർ ഷീറ്റ് ഉണക്കണവർക്കൊക്കെ പുകക്കാനുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ അടിച്ചോരലല്ല, അടിച്ചോരി കഴിഞ്ഞിരിക്കണ്. തുടക്കൽ തീരാനായിട്ടോ, ഏകദേശം തീർന്നു. അപ്പോൾ നമ്മളൊരു റൂമും നമ്മളെ കോലായി മാത്രമേ മാറാല തട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ എണ്ണി കിടക്കണുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഇങ്ങനെ എടുക്കണം. ഒരു ദിവസം തന്നെ മുഴുവനായിട്ട് എടുത്ത് തീരൂലല്ലോ. അപ്പം അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും പിന്നെ കുറച്ച് തുണിയാളും ഉണ്ട് കേട്ടോ തിരുമ്പാൻ. അപ്പോൾ അത് സോപ്പും പൊടിയിൽ ഇട്ടേക്കാണ്. പിന്നെ നമ്മളെ കൂട്ടാനുണ്ടാക്കലൊക്കെ കഴിയുമ്പോഴത്തിന് തിരുമ്പിയാൽ മതിയല്ലോ. പിന്നെ ഇങ്ങനെ കല്ലുണ്ടാക്കിയതുകൊണ്ട് ഇപ്പോൾ പോയിക്കോക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പോയിങ്ങാണ്ട് നല്ലോണം കുമ്പിട്ട് തിരുമ്പണ്ടേ. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ നിന്നങ്ങനെ തിരുമ്പിയാൽ മതി. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ് പുഴയിൽ, അപ്പോൾ അങ്ങനെ ഒരു മടിയുണ്ട്. പിന്നെ വെള്ളം നല്ലോണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പുഴയ്ക്കാട്ടോ പോവൽ. പിന്നെ ഇവിടെ അമ്മയും ഫിയൊക്കെ പുഴയ്ക്ക് തന്നെയാണ് കുളിച്ചാൻ പോവൽ. ഞാൻ ചിലപ്പോൾ പോകും, ചിലപ്പോൾ മടിയായിട്ട് പെരിയിൽ തന്നെ അങ്ങനെ കുളിച്ചും അങ്ങനെ. അപ്പോൾ നമ്മൾ പിന്നെ കറി ഉണ്ടാക്കുന്നത് കറൂത്തയാണ് കേട്ടോ. കറൂത്ത, പപ്പായ, കപ്പളങ്ങ, അങ്ങനെ പല പേരും ഉണ്ട്. നമ്മളിവിടെ കറൂത്ത എന്നാണ് പറയുക. നമ്മളെ പറമ്പിലുണ്ടായത് തന്നെയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് നോമ്പിന് വല്ലാതെ പഴുത്ത കറൂത്ത കിട്ടിയിട്ടില്ല. മറ്റേത് എല്ലാ വർഷവും നോമ്പിന് പഴുത്ത കറൂത്ത ജ്യൂസ് അടിക്കാൻ കിട്ടലുണ്ട്. അധികവും കറൂത്ത തന്നെ ഈ കാരം ജ്യൂസ് അടിക്കൽ. ഇപ്രാവശ്യം കുറവാണ്. കുറേയൊക്കെ കേടൊന്ന് പോയി, ചില മരം ഒടിഞ്ഞു തൂങ്ങിപ്പോയി അങ്ങനെ. പിന്നെ അതാ ചെറിയൊരു കണ്ടെയ്നർ കണ്ടോ. ഇതിപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോ ഇങ്ങനെ കണ്ടുപോയപ്പം ഇത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ഓൺലൈനിൽ കൂടെ വരുത്തിച്ചതാണ്. കണ്ടപ്പം ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല വലുപ്പമുണ്ടേനി സംഭവം, നല്ല വീതിയും വലുപ്പമുണ്ടേനി. പക്ഷേ നമ്മളെ കയ്യിൽ കിട്ടിയപ്പം ചെറിയൊരു ബോക്സാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക. ഞാൻ ഇങ്ങനെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പിടിയുള്ള ഒരു കണ്ടെയ്നർ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. 899 റുപ്യറ്റേ കൊടുത്തേക്കണ്. പിന്നെ 6 പീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ല ഇതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നോമ്പിന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതിൽ സാധാ ഒരു ചോറും കൂട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടേനി. അതിൽ പയറുപ്പേരി വെക്കണ ഒരു വീഡിയോ ഉണ്ടേനി. അപ്പം അതിൽ കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്, പയറിൽ വെള്ളം ഒഴിക്കാതെ വെച്ചൂടെ, പയറിൽ വെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകുമോ, അതുപോലെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകൂലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇനി പയറിൽ വെള്ളം ഒഴിക്കാതെ വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ എങ്ങനെയാണ് വെക്കൽ, പിന്നെ പയറിൽ വെള്ളം ഒഴിച്ചങ്ങാണ്ട് തന്നെയാണ് അധികം വെക്കൽ. പിന്നെ ഇങ്ങനെ ആവിക്ക് എപ്പോഴെങ്കിലുമൊക്കെ വേവിക്കലുള്ളൂ. അപ്പോൾ ഏതായാലും കമൻ്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആവിക്ക് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ സംഭവം. കറുത്ത തേങ്ങ അരച്ചുകൊണ്ടാണ് കേട്ടോ കറി വെച്ചിരിക്കണത്. പിന്നെ ഇനിയിപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ ചട്ടി കണ്ടിട്ട്
പറഞ്ഞവരുണ്ട് ചട്ടി മാറ്റിക്കൂടെ എന്നൊക്കെ. പക്ഷേ ചട്ടി എന്തോ മാറ്റാൻ തോന്നണില്ല. ഭയങ്കര സുഖമാണ് ഇതിൽ. മീൻ പൊരിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ അതായിട്ടാണത് മാറ്റാത്തത്. ഇന്നിപ്പോൾ ഇറച്ചി മീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ഒരു ചോറ് കൂട്ടാനും ഉണ്ടാക്കണത്. പിന്നെ ആ കൂട്ടത്തിൽ കുറച്ച് ചമ്മന്തി അരക്കാൻ വിചാരിച്ച്. അപ്പം ഉപ്പിലിട്ട മാങ്ങയുണ്ടത്. ഇങ്ങനെ ചാടി കിട്ടുന്ന മാങ്ങ പിന്നെ കഴുകിങ്ങാണ്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കണതാണ്. ആവശ്യമില്ല അങ്ങനെ ഉപ്പിലിട്ടോന്ന് തിന്നും. പിന്നെ ഞാൻ ഇങ്ങനെ ഉപ്പിലിട്ടതായിട്ട് അരച്ചാൽ നല്ല ടേസ്റ്റാണ് അറിയണേക്കെ. അപ്പം അങ്ങനെ ഒന്ന് അരച്ച് നോക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടേനി. ഉണക്കമുളകും കൂട്ടി ചമ്മന്തി അരക്കണം. ഇതിപ്പോൾ ഒന്ന് മടിയായതുകൊണ്ട് അമ്മി ഉണ്ട് അവിടെ. അമ്മിമേൽ അരക്കാൻ ഒരു മടി. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടാണ് അരക്കണത്. അമ്മിമേലിട്ട് അരക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണല്ലോ. നമ്മൾ പണ്ടുള്ളോലൊക്കെ അങ്ങനെയല്ലേ ചമ്മന്തി അരച്ചീനെ. ഇവിടെ ഉമ്മ അധികം അമ്മിമേലാണ് കേട്ടോ അരക്കൽ. എനിക്ക് ചിലപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വേഗം മിക്സി എടുത്തുകൊണ്ട് അതിൽ അരക്കും. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ അടുക്കളയിലത്തെ പണി തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സോപ്പും പൊടിയിൽ ഇട്ടച്ചത് തിരുമ്പാനുണ്ട്. പിന്നെ കുളിച്ചണം. അങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട്. നെയ്റ്റിയൊക്കെ അടിക്കാനുണ്ട്. വിഷു വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് അടിക്കാൻ 12 ആയപ്പോൾ ഇതിന് കുളി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ കാറ്റും മഴയും ഒക്കെയാണ്. അപ്പോൾ അധികം തുണികൾ പുറത്തിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും അതേപോലെ 2-3 ഷാളും അങ്ങനെ ഇട്ടിട്ടുള്ളൂ. എളുപ്പം ഉണങ്ങണത്. പിന്നെ മറ്റേതൊക്കെ ഇന്നലെ തിരുമ്പിട്ടതാണ്. അപ്പോൾ ഈ വൈകുന്നേരം മഴ ചെയ്യണോണ്ടേ പിന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കി നടക്കണം. അങ്ങോട്ടൊന്ന് മാറ്റി ഇങ്ങോട്ടൊന്ന് മാറ്റി കുറേ സമയം പോകും. അപ്പോൾ എളുപ്പം ഉണങ്ങണത് മാത്രം പുറത്തിട്ടുങ്ങാണ്ട് ബാക്കിയൊക്കെ ഇറയത്തു കൂടെ അങ്ങനെ പോരട്ടു. പിന്നെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് വിളമ്പുകയാണ് കേട്ടോ. ഫിയക്ക് വിശക്കണുണ്ട് പറഞ്ഞപ്പോൾ ഓള് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. പോയി ചാടാൻ പോകണം പറഞ്ഞുകൊണ്ട് അവിടെ നമ്മളെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടികളൊക്കെ വന്നിക്കണം. അപ്പോൾ ഓലപ്പം ചാടാൻ പോകണം പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് ചുങ്കത്തറന്ന് കൊണ്ടുവന്ന അച്ചാറാണ് കേട്ടോ. ഇട്ട് തന്നതാണ്. നല്ല നീളത്തിലരിഞ്ഞുകൊണ്ട് നല്ല പുളിയുണ്ട്. സംഭവം രസമുണ്ട്. നല്ല പുളിയില്ല മാങ്ങയാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.